Hello, welcome to Pep Learning. CUT PG അഡ്മിഷൻ രജിസ്ട്രേഷൻ കൗൺസിലിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. വിവിധ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ രജിസ്ട്രേഷൻ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ടാവും. അതിൽ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ബീഹാർ, ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. രജിസ്ട്രേഷൻ കൗൺസിലിംഗ് ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ mgcub.ac.in വെബ്സൈറ്റിൽ കഴിഞ്ഞാൽ അഡ്മിഷൻ എന്നുള്ളത് കൊടുക്കാം. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ഫോർ അഡ്മിഷൻ എന്നുള്ളതിലേക്ക് കയറാം. അതുമായി ബന്ധപ്പെട്ടുള്ള ഫ്രീക്വൻലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഹിന്ദിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ എന്താണ് എന്നുള്ള സംഗതി ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്ലാരിറ്റി കുറവാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് പറയുന്നുണ്ട്. MSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി, ബയോടെക്നോളജി, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MCom, ഹിന്ദി, ഇംഗ്ലീഷ്, സംസ്കൃത്, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, എക്കണോമിക്സ്, MA ഗാന്ധിയൻ ആൻഡ് പീസ് സ്റ്റഡീസ്, MA സോഷ്യൽ വർക്ക്, MA എഡ്യൂക്കേഷൻ എന്നീ കോഴ്സുകളാണ് പ്രധാനമായിട്ടും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ. അതിൻ്റെ ഫീസ് സ്ട്രക്ചർ, എത്ര സെമസ്റ്ററാണ്, ഡ്യൂറേഷൻ എന്ന് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് കഴിഞ്ഞാൽ MGCUB സമർത്ത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ ഫോർ ജനറൽ, OBC, EWS കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. 200 രൂപയാണ് SC, ST, PWD കാറ്റഗറിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകം ശ്രദ്ധിക്കുക, 25 ഏപ്രിൽ വരെയാണ്, അടുത്ത ആഴ്ച വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന സമയം വരുന്നത് എന്നുള്ളതാണ്. എലിജിബിൾ കാൻഡിഡേറ്റ്സ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ഓൺ മെറിറ്റ് ലിസ്റ്റ് ആൻഡ് ഫിസിക്കൽ മോഡ്. ഈ പറയുന്ന പോലെ അവർ എന്ത് ചെയ്യണം, അടുത്ത റൗണ്ടിലേക്ക് വരുന്ന ആളുകൾ ഫിസിക്കൽ മോഡിലേക്ക് വരണം എന്നുള്ളതാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ കോഴ്സ് വൈസ് ഒക്കെ അറ്റാച്ച്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ കോഴ്സിന്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതിന്റെ ടെസ്റ്റ് പേപ്പർ കോഡ്, എന്താണ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ്. ഇപ്പോൾ LAQP 01 ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ BA ഡിഗ്രിയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. 50% മാർക്കോട് കൂടി 10+2+3 എന്നുള്ള സിസ്റ്റത്തിൽ ഡിഗ്രി പാസ്സാവണം എന്നുള്ളതാണ് പറയുന്നത്. ഹിന്ദി, സംസ്കൃത്, സോഷ്യോളജി, സോഷ്യൽ വർക്ക്, ബയോടെക്നോളജി, സുവോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, കൊമേഴ്സ്, അങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെയും പേപ്പർ കോഡ്, ആ പേപ്പർ കോഡ് നിങ്ങൾ എഴുതിയിരിക്കണം. അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. MA മാത്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഫസ്റ്റ് ഇതിൽ വരുന്നതിന് ഒരു ഫീസ് സ്ട്രക്ചറാണ് വരുന്നത്. MSc ലൈഫ് സയൻസിന് വേറെ ഫീസ് സ്ട്രക്ചറാണ്, MTechന് വേറെ ഫീസ് സ്ട്രക്ചറാണ്, കമ്പ്യൂട്ടർ സയൻസ്, MBA, MSW, ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, BTechനൊക്കെ ഓരോരോ ഫീസ് സ്ട്രക്ചറുകളാണ്. അതും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് എത്ര ഫീസ് അടക്കണം തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ 3600 രൂപയൊക്കെയാണ് അഡ്മിഷൻ സമയത്ത് ഫീ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഏകദേശം ഒരു സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് പിന്നീട് ഏകദേശം 9000 സംതിങ് 10,000 റേഞ്ചിലൊക്കെയാണ് ഫീസ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ അല്ല, മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ബീഹാർ, ഇവരുടെ അഡ്മിഷൻ പ്രോസസ്സിലേക്കുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ടയർ 3 യൂണിവേഴ്സിറ്റിയിലൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങളുടെ പൊസിഷൻ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.